ഇവന് സംശയം തോന്നി. $300 മില്യൺ വിലയുള്ള ഈ സ്വർണ്ണമുട്ടയിലേക്ക് കോക്കോയിച്ചപ്പോൾ അതലിഞ്ഞുപോയി. അങ്ങനെ യഥാർത്ഥ മുട്ട മോഷണം പോയി എന്ന് മനസ്സിലാക്കി അവൻ കെട്ടിടം അടിയന്തരമായി അടച്ചുപൂട്ടാൻ ഉത്തരവിട്ടതോടെ കള്ളന്മാർ ഓടാൻ തുടങ്ങി. എന്നാൽ ജോൺസനെ ഒരു ഗ്ലാസ് ഡോറിന് പിന്നിൽ പൂട്ടിയിട്ട് വേഷം മാറി രക്ഷപ്പെട്ടത് ലോകത്തിലെ ഏറ്റവും വലിയ കുറ്റവാളിയായ ജാക്കായിരുന്നു. ജനക്കൂട്ടത്തിൽ കലർന്ന് പ്രധാന കവാടത്തിലൂടെ കടക്കാൻ ശ്രമിച്ച ജാക്കിനെ ലേഡി ഇൻസ്പെക്ടർ തടഞ്ഞെങ്കിലും ഒരു പുകബോംബെറിഞ്ഞ് അവൻ രക്ഷപ്പെട്ടു. തുടർന്നുള്ള ചേസിംഗിൽ ഒരു ചെറിയ ഇടത്തിലൂടെ ജാക്ക് ഊരിപ്പോയെങ്കിലും തടിയനായ ജോൺസൺ മാപ്പ് നോക്കി മറ്റൊരു വഴിയിലൂടെ ചെന്ന് അവനെ തോക്കിൻമുനയിൽ നിർത്തി. എന്നാൽ ലേഡി ഏജന്റ് വന്ന് ശ്രദ്ധ തിരിഞ്ഞ ആ നിമിഷത്തിൽ ജാക്ക് തോക്ക് തട്ടിത്തെറിപ്പിച്ച് ജനൽച്ചില് തകർത്ത് പുറത്തേക്ക് ചാടി. അവനെ പിടികൂടാൻ പിന്നാലെ ചാടിയ ജോൺസൺ തന്റെ പോർഷെ കാറിലും ജാക്ക് ഫീനിക്സ് സൈക്കിളിലും ചേസ് തുടർന്നെങ്കിലും പെട്ടെന്ന് വന്നൊരു ഡെലിവറി വാൻ ഇടിച്ച് ജോൺസന്റെ കാർ തകർന്നു. പോയ മുട്ടയേക്കാൾ പെണ്ണുങ്ങളെ ഇംപ്രസ് ചെയ്യാൻ ഉപയോഗിച്ചിരുന്ന കാർ തകർന്നതായിരുന്നു അവന്റെ സങ്കടം. 3 ദിവസത്തിനു ശേഷം ബാലിയിലെ വില്ലയിൽ ലക്ഷറി യാച്ചിലെത്തിയ ജാക്ക് വോഡ്ക കുടിക്കുമ്പോൾ സ്പെഷ്യൽ ഏജന്റ് ജോൺ ഹാർട്ട്ലി FBI എന്ന് പറഞ്ഞ് ജോൺസണും സ്പെഷ്യൽ ഫോഴ്സും ലേഡി ഏജന്റും ചേർന്ന് അവനെ വളഞ്ഞ് മുട്ട പിടിച്ചെടുത്തു. താൻ ചതിക്കപ്പെട്ടതാണെന്ന് മനസ്സിലാക്കിയ ജാക്കിനെ അവർ പോലീസ് കാറിൽ കയറ്റിക്കൊണ്ടുപോയി. തുടർന്ന് സ്വർണ്ണമുട്ട ട്രങ്കിൽ വെച്ച് ജോൺസൺ വണ്ടിയിലേക്ക് തിരിഞ്ഞപ്പോൾ മറ്റൊരു കള്ളൻ അത് വന്ന് മാറ്റി. ട്രങ്ക് ശരിക്ക് അടഞ്ഞിട്ടില്ലെന്ന് ഡ്രൈവർ പറഞ്ഞപ്പോൾ ജോൺസൺ തിരിഞ്ഞു നോക്കിയെങ്കിലും വ്യാജമുട്ട കണ്ട് അവൻ സമാധാനിച്ചു. എന്നാൽ കാറിനടിയിൽ ഒളിച്ചിരുന്ന ആ കള്ളൻ പുറത്തുവന്ന് മാസ്ക് കഴിച്ചപ്പോൾ അത് ജാക്കിന്റെ പ്രധാന ശത്രുവായ ബിഷപ്പായിരുന്നു. ബാക്കി അറിയാൻ സിനിമ കാണുക.